നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ചുക്കിൻ്റെ വില കുതിച്ചുയരും, വിപണി സജീവമാകുമെന്ന് കണക്കുകൂട്ടൽ. ശൈത്യകാല ആവശ്യങ്ങളും ഉത്സവ ഡിമാൻഡും ചുക്ക് വിപണി ചൂടുപിടിക്കാൻ അവസരം ഒരുക്കുന്നു. കാർഷിക മേഖലയിലും വിപണിയിലും സ്റ്റോക്ക് ചുരുങ്ങിയതിനാൽ ഉത്തരേന്ത്യൻ വാങ്ങലുകാർ കരുതലോടെയാണ് സംഭരണം നടത്തുന്നത്. വൻ ഓർഡറുകളുമായി ഇറങ്ങിയാൽ ചുക്ക് വില കുതിച്ചു കയറുമെന്ന ഭീതിയിലാണ് വാങ്ങലുകാർ. ദീപാവലി, ശൈത്യകാല ഓർഡറുകൾ ഒരുമിച്ചെത്തിയാൽ നിരക്ക് 500,000 രൂപയിലേക്ക് ചുവടുവെക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഒരു വിഭാഗം സ്റ്റോക്കിസ്റ്റുകൾ. ആയുർവേദ ഔഷധ നിർമ്മാതാക്കളും ചുക്കിനായി രംഗത്തുള്ളതിനാൽ മുന്നിലുള്ള 3 മാസം വിപണി കൂടുതൽ സജീവമാകും. കൊച്ചിയിൽ വിവിധയിനം ചുക്ക് കിൻഡലിന് 34,000 രൂപ മുതൽ 36,000 രൂപയിലാണ്. അടുത്ത വാരം മഴ അല്പം ശമിക്കുമെന്ന പ്രതീക്ഷയിലാണ് റബ്ബർ ഉൽപ്പാദകർ. പ്രതികൂല കാലാവസ്ഥ മൂലം ടാപ്പിങ്ങിൽ നിന്നും കർഷകർ വിട്ടുനിൽക്കുകയാണ്. ഇതിനിടയിൽ അന്താരാഷ്ട്ര വിലയെ അപേക്ഷിച്ച് നമ്മുടെ നിരക്ക് കിലോയ്ക്ക് 18 രൂപ ഉയർന്നത് അവസരമാക്കി ഒരു വിഭാഗം മധ്യവർത്തികൾ വിൽപ്പനയ്ക്ക് ഉത്സാഹിച്ചു. ഇതര ഉൽപ്പാദന രാജ്യങ്ങളിൽ റബ്ബർ ടാപ്പിംഗ് പുരോഗമിക്കുന്ന വിവരം പുറത്തു വന്നതോടെ ബാങ്കോക്കിൽ വില 266 രൂപയായി താഴ്ന്നു. സംസ്ഥാനത്ത് റബ്ബർ വില കിലോ 284 രൂപയിലാണ്. ഏലക്ക ലേലത്തിൽ 500,000 കിലോഗ്രാം ചരക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് എത്തിയെങ്കിലും ഇടപാടുകൾ 40,000 കിലോയിൽ ഒതുങ്ങി. നെടുങ്കണ്ടത്ത് നടന്ന ലേലത്തിൽ ഉത്തരേന്ത്യൻ ഇടപാടുകാരും കയറ്റുമതിക്കാരും വാങ്ങലുകാരായി മികച്ച ഇനങ്ങൾ കിലോ 5,087 രൂപയ്ക്ക് ശേഖരിച്ചു. ശരാശരി ഇനങ്ങൾ 3,013 രൂപയിൽ ലേലം കൊണ്ടു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.